വീട്ടിലും വേദിയിലിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ 2 പുസ്തകങ്ങളാണ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഓരോ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ മോട്ടീവ് വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ഈ നശിക്കാത്ത ഒന്നിന്റെ സമ്മേളനമാണ് എഴുത്തായി പരിണമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ എഴുത്തും അക്ഷരങ്ങളുടെ മഹാസംഘമായി തന്നെ നമുക്ക് എന്നെ കാണാൻ പറ്റും. എൻ്റെ ആദ്യത്തെ പുസ്തകം സദ്ഗമയ എന്ന് പറയുന്ന പുസ്തകം, എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും എൻ്റെ ചെറു പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കും. ആ പുസ്തകം എഴുതാനുണ്ടായ മോട്ടീവ്, ഇപ്പൊ തന്നെ ആയുർഭദ്രം എന്ന് പറയുന്ന പുസ്തകം റിലീസാകുന്നുണ്ട്. അതെൻ്റെ ഒരു ചിരകാല അഭിലാഷമാണ്. ഏകദേശം 25 വർഷമായിട്ട് എൻ്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നത് ബുക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ബുക്ക് ഇറങ്ങുന്നത് ഈ മെഡിക്കൽ ഫാർമസിസ്റ്റ് ഞാൻ റിസർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി എന്നെ കണ്ടു. 16 വയസ്സ്. അന്ന് അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജുവനൈൽ ഡയബറ്റിക. 16 വയസ്സേ ഉള്ളൂ. രാവിലെ വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു, എനിക്കൊരു ഭർത്തൃമതിയാകാനും ദീർഘസുമംഗലി ആയിരിക്കാനും ഒക്കെ ആയിട്ട് ഒരു തിങ്കളാഴ്ച മുൻപ് എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല, എനിക്ക് എന്താണ് ഇതിന്റെ പരിഹാരം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 ദിവസം ഉണ്ടാവും, ആ 10 ദിവസത്തിനകത്ത് ഞാൻ ഇതിനൊരു മറുപടി തരാമെന്ന്. ആ 10 ദിവസം ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്താണ് ലീവ് എടുത്ത് ദക്ഷിണേന്ത്യയിലുള്ള ധാരാളം സ്വാമിമാര്, മുനിമാര്, ധാരാളം പേരെ സന്ദർശിച്ചു. ഇവിടെ ആ കുട്ടികളുടെ മറുപടി കിട്ടി. ആ യാത്രയിൽ കിട്ടിയ അറിവുകളാണ് സദ്ഗമയ എന്ന് പറയുന്ന എന്റെ പുസ്തകം. അതിനകത്ത് 1-2 ശകലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം.